ചരിതങ്ങൾ നമുക്ക് അറിയുവാൻ സാധിക്കും. പത്മാവതി ജയദേവ കഥ തന്നെ നോക്കൂ. ജയദേവ കവിയെ നമുക്കറിയാം അല്ലേ? ഭഗവാൻ എത്ര കണ്ട് മനസ്സില് കൊണ്ടു നടന്നയാളാണ്. ഒരു ചെറിയ ശ്ലോകം, സംശയം വന്നത് അറിയില്ലേ? ഇത് എഴുതണോ ഞാന്? രാധയുടെ പാദപല്ലവങ്ങള് ഭഗവാന്റെ ശിരസിൽ വെച്ചോളൂ എന്ന് ഭഗവാൻ പറയുമോ എന്നൊരു ചെറിയ സംശയം. പത്മാവതിയോട് പറഞ്ഞിട്ട് കുളിക്കാനേക്ക് പോയി. സാധാരണ ഇച്ചിരി വൈകിയാണ് തിരിച്ചു വരിക, പക്ഷെ അന്ന് അല്പം തന്നെ തിരിച്ചു വന്നു. പത്മാവതി, ആ പുസ്തകം, ആ ഗ്രന്ഥം എടുത്തിട്ട് വരൂ, എനിക്കിപ്പോ തന്നെ ശ്ലോകം കിട്ടിയിട്ടുണ്ട്. തല പുകഞ്ഞ് ആലോചിച്ചിട്ടും നേരത്തെ കിട്ടാത്തതാ. കിട്ടിയിട്ടുണ്ട്, ഞാനത് എഴുതി വെക്കട്ടെ. വേഗം ഗ്രന്ഥക്കെട്ട് എടുത്തുകൊണ്ട് കൊടുത്തു. വേഗത്തില് അതില് കുറിച്ചു. എന്നിട്ടോ, കണ്ണിൽ എണ്ണ പോയിരിക്കുന്നു പത്മാവതി എന്ന് പറഞ്ഞുകൊണ്ട് പത്മാവതിയുടെ ചേലത്തുമ്പില് കണ്ണു തുടച്ചിട്ട് കുളിക്കാൻ പോവുകയും ചെയ്തു.